ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സീരീസ് വീഡിയോ ആണ് കേട്ടോ. അതായത് 7 ഡേയ്സ് ടു എ ഹാപ്പിയർ ഹോം എന്ന സീരീസിൻ്റെ ഡേ 1 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദ പെർഫെക്ഷനിസം ട്രാപ്പ് എന്നാണ് ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇല്ലെങ്കിൽ നമുക്ക് അടുത്തിടുന്ന വീഡിയോ നമ്മുടെ ഡേ 2 വീഡിയോ ആയിരിക്കും. അങ്ങനെയായിരിക്കും കേട്ടോ അത് പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു പെർഫെക്ഷനിസം ട്രാപ്പിൽ നമ്മൾ പെട്ടു പോകുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ എത്ര ടയേർഡാണെങ്കിലും നമുക്ക് വീട് ചുറ്റും നോക്കിയിട്ട് ശരിയായിട്ടില്ല, വീട് എങ്ങനെയൊക്കെ എടുക്കുന്നത്, ഞാൻ ചെയ്യുന്നതൊന്നും ശരിയാവില്ല. പക്ഷേ നമ്മൾ അത്രയും എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവുമായിരിക്കും. നമ്മുടെ സിങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ കുറച്ച് ടോയ്സൊക്കെ കെടുപ്പുണ്ടാവും, നീറ്റായിരിക്കില്ല വീട്ടിൽ. നമ്മുടെ ടു ഡു ലിസ്റ്റിൽ ചിലപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ടിക്കാവാനുണ്ടാവും. പക്ഷേ എന്നാലും നമുക്ക് ഞാനങ്ങ് പെർഫെക്റ്റ് ആയില്ലല്ലോ, ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ, അങ്ങനെയൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ജോലികൾ തീർന്നില്ല എന്നുള്ളതല്ല, ഫുൾ അങ്ങ് കഴിഞ്ഞില്ലല്ലോ, ഫുൾ കംപ്ലീറ്റായി പെർഫെക്റ്റായിട്ട് നിനക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ടോപ്പിക് അങ്ങനെ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം. എന്താ പറയുക, നമ്മുടെ ഈ സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഹാപ്പിയർ ഹോമിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, എന്തൊക്കെ സ്ട്രഗിൾസാണ് നമുക്കുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഈ ഒരു കാലത്തിൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമോ വാട്സപ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസോ എല്ലാം നോക്കുമ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ഇമേജസാണ് നമ്മൾ കാണുന്നത് അല്ലേ. നല്ല അടിപൊളിയായിട്ട് കിച്ചൺ അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്നു, അതുപോലെ തുണികളെല്ലാം നല്ല ഭംഗിയിൽ ഒതുക്കി വെച്ചേക്കുന്നു, നല്ല എസ്തെറ്റിക്കായിട്ട് പാൻട്രി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു, അതും ഗ്ലാസ് ജാറിൽ, അതെല്ലാം നല്ല ലേബൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെന്താ, നമ്മൾ നോക്കുമ്പോഴത്തേനും ഈവൻ അവർക്ക് നല്ലൊരു ജോലിയുണ്ട്, പിന്നെ അതുപോലെ നല്ലൊരു സോഷ്യൽ ലൈഫുണ്ട്, വീടും അടിപൊളി. അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ അവർ നല്ല ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ചിരിക്കുന്നു. അപ്പം നമ്മളെപ്പോഴും ഓർക്കും, ഇതെന്താ ഇവർക്ക് മാത്രം ഇങ്ങനെ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ നമ്മളിങ്ങനെ എന്താ പറയുക, നമുക്ക് മാത്രം ഇങ്ങനെ പറ്റുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഓർക്കും അല്ലേ. അപ്പം എന്താ പറയുക, നമുക്ക് ഉള്ളിൽ നമുക്ക് എന്തായാലും നമുക്ക് എന്തോ ഒരു ഫോൾട്ട് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പറ്റാത്തത് എന്നുള്ളൊരു പ്രഷർ നമുക്ക് എപ്പോഴും തോന്നും. അപ്പോൾ പിന്നെ നമുക്ക് തോന്നും, ഒരു സക്സസ്ഫുൾ വുമൺ ആവണമെങ്കിൽ ഇതെല്ലാം നമുക്ക് ഫുൾഫിൽഡ് ആയിട്ട് കിട്ടണം എന്നുള്ളൊരു ഫീലിങ്ങും നമുക്ക് എപ്പോഴും തോന്നും. പക്ഷേ നമ്മൾ കുറച്ച് നാൾ ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഒരു കള്ളനെ പോലെയാണ്. അതായത് നമ്മുടെ പ്രസൻസ് ഇത് സ്റ്റീൽ ചെയ്തെടുക്കും. നമ്മളെ എന്താ പറയുക, നമ്മളിത് ട്രാപ്പ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അതായത് നല്ലൊരു സണ്ണി ആഫ്റ്റർനൂൺ ഉണ്ടാകുമ്പോൾ നമുക്ക് പുറത്ത് പോകണമെന്നുണ്ട്, പക്ഷെ നമ്മൾ പിന്നെയും നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ നോക്കിയിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ, അവിടെ ഡസ്റ്റ് ഉണ്ട്, ഇവിടെ ഡസ്റ്റ് ഉണ്ട്, പെർഫെക്റ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആവുന്നവരെ ഇത് തുടച്ചുകൊണ്ടിരിക്കും. ലാസ്റ്റ് നമുക്ക് സമയം, നമ്മൾ എന്തെങ്കിലും ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിക്കുമ്പോഴത്തേനും നമുക്ക് സമയമുണ്ടോ ബാക്കി? അപ്പം നമ്മൾ ഇൻറ്റൻഷനലി ജീവിക്കാൻ നമ്മൾ മറന്നു പോകും, നമ്മൾ ഈ പെർഫെക്ഷൻ്റെ പുറകെ ഓടുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കാനുള്ള സമയം കിട്ടില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ വീടിനെ ബ്യൂട്ടിഫൈ ചെയ്യണം, അതുപോലെ നമ്മളും നല്ല പെർഫെക്റ്റ് ഇൻസ്റ്റഗ്രാം ഫിൽറ്റേർഡ് ലുക്ക് പോലെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴത്തേനും നമ്മൾ പ്രൊആക്റ്റീവ്ലി അല്ല റിയാക്റ്റീവ്ലി ആണ് നമ്മൾ ജീവിക്കുന്നത്. കോൺസ്റ്റൻ്റ്ലി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെയോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെയോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആരൊക്കെയോ എവിടേക്കോ മാർക്കിടാനിരിക്കുന്ന പോലെയാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. ശരിക്കും ഒരു ലേഡീൻ്റെ ട്രൂ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവളുടെ വീട് പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നതല്ല, നമുക്ക് ഒരു ധൈര്യം ഉണ്ടാവണം. അതായത് എൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്, അല്ലാതെ ഹൗ വർത്ത് ഐ ആം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അല്ല ഒരിക്കലും. നമ്മൾക്ക് മറ്റൊരാളുടെ ലൈഫായിരിക്കില്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ടാവും. അപ്പം അതനുസരിച്ചിട്ടായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആ ഒരു കാര്യം തുറന്നു പറയാനും തലയുയർത്തിപ്പിടിച്ചിട്ട് നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വെർത്ത് അവിടെ പ്രൂവൺ ആവുന്നത്.
ഇനി നമുക്കിനി അടുത്ത നമ്മളൊരു ആസ് എ വൈഫ് നോക്കാം. നമ്മൾ നമ്മുടെ ലൈഫ് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ്, അതുപോലെ നമ്മുടെ ഫിസിക്കൽ സ്പേസ്, ഇതെല്ലാം നമ്മുടെ ഹസ്ബൻഡിനുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനായിട്ട് നമ്മൾ ഷെയർ ചെയ്യാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒത്തിരി പെർഫെക്ഷനിസം ഉള്ള ആളാണെങ്കിൽ അത് റിലേഷൻഷിപ്പിൽ എന്തായാലും പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഒരു ഹാപ്പി ഹോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു സ്പോട്ട്ലെസ് ഹോം ഉണ്ടാക്കി വെക്കുന്നതല്ല അല്ലേ. അപ്പം നമുക്ക് എന്താ പറയുക, അടിപൊളി കിച്ചണാക്കി വെച്ചാൽ നമ്മൾ അടിപൊളി പാർട്ട്ണറായി, അങ്ങനെയല്ല നമ്മൾ മനസ്സിൽ കരുതേണ്ടത്. ഇപ്പോൾ അതുപോലെ നമ്മൾ ഈ പെർഫെക്ഷനിസം ഉള്ളപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ഷൂസ് ജസ്റ്റ് കറക്റ്റായിട്ട് എടുത്ത് വെച്ചില്ലെങ്കിലോ കോഫി മഗ് തിരിച്ചു വെച്ചിട്ടില്ലെങ്കിലോ എല്ലാം നമുക്ക് സ്ട്രെസ്ഡ് ആവാൻ തുടങ്ങും. പിന്നെ അതുപോലെ നമുക്ക് അവിടെ നമ്മുടെ മാരേജിനൊരു സ്ട്രെയിൻ വരാൻ തുടങ്ങും. ഒരു മാരേജ് എന്ന് പറഞ്ഞാൽ ഫുൾ വീട് പെർഫെക്റ്റായിട്ട് ഹസ്ബൻഡും കറക്റ്റായിട്ട് എടുത്ത് വെക്കുക, അതിലല്ല ഇരിക്കുന്നത്. അവിടെ നമ്മൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു, എങ്ങനെ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നു, അങ്ങനെയല്ലേ. നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ ഒരു ഹൗസ് കീപ്പറിനെയോ ഒരു ഓർഗനൈസറിനെയോ ഒന്നുമല്ല. നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ കല്യാണം കഴിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ വീടിനെ ഒരു മ്യൂസിയം ആക്കാനോ അതൊന്നുമല്ല അവർ നോക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചിരിയും കളിയും സന്തോഷമുള്ളൊരു ഫേസും ഇതൊക്കെയാണ് നമ്മൾ മാക്സിമം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു എന്താ പറയുക, ഭയങ്കര പെർഫെക്ഷനിസം കൊണ്ടുവന്ന് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ ചെയ്ത് എക്സോസ്റ്റഡായി അങ്ങനെ പോകുന്നതിനേക്കാളും, മറ്റുള്ളവരെ ഗസ്റ്റിനെയൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും നമ്മൾ രണ്ടുപേരും ചേർന്ന് സമാധാനമുള്ളൊരു വീടുണ്ടാക്കിയെടുക്കുക, ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ലേ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു അമ്മ എന്നുള്ള നിലയിലും നമുക്ക് ഈ ഒരു പ്രശ്നം വരും അല്ലേ. നമുക്കും നമ്മുടെ കുട്ടികളുടെ അടുത്ത് നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് കാര്യങ്ങളുണ്ട്. കുട്ടികളും കൂടുതൽ മെസ്സി ആയിരിക്കും ചില സമയത്ത്. അപ്പം ചില സമയത്ത് ചെറിയ കുട്ടികളാണെങ്കിൽ എന്താ പറയുക, ഗ്ലാസ് ഡോസിലൊക്കെ പോയി പിടിച്ച് ആ സ്റ്റിക്കി ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ ടോയ്സ് നിരന്ന് കിടക്കും. പിന്നെ ലോണ്ട്രി ബാസ്ക്കറ്റ് നമ്മൾ കറക്റ്റായിട്ട് ലോണ്ട്രി ബാസ്ക്കറ്റിൽ ചിലപ്പോൾ തുണിയൊന്നും കിടക്കില്ല, താഴെ ആയിരിക്കും കിടക്കുന്നത്. അതുപോലെ നമ്മുടെ സ്കെഡ്യൂൾസും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ സക്സസ്ഫുൾ ഡേ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സൈലൻ്റായിട്ട് നല്ല പെർഫെക്റ്റ് ഐഡിയ ഉള്ള വീടും നമുക്കെങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ മിക്കവാറും ഫെയിൽ ചെയ്യും. അപ്പോൾ ഒരു സത്യമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഒരിക്കലും ഞാൻ ഒരു പെർഫെക്റ്റ് വീടിലാണ്, എന്താ പറയുക, സ്പോട്ട്ലെസ് വീട്ടിലാണ് ജീവിക്കുക എന്നൊന്നുമല്ല കുട്ടികൾ ഓർക്കുന്നത്. നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടായിരുന്നോ, നല്ല കളിയും ചിരിയും മടിയും മിടിയും ഒക്കെ ഉണ്ടായിരുന്നോ എന്നുള്ള മെമ്മറീസാണ് അവരുടെ മനസ്സിൽ നിൽക്കുക. എൻ്റെ അമ്മ ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടാണോ ഇരുന്നിരുന്നത്, എപ്പോഴും നമ്മൾ ഫോഴ്സ് ചെയ്യുമോ, എപ്പോഴും ഒരു തുണിയെടുത്ത് ഇങ്ങനെ എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെയുള്ള കാര്യത്തിനേക്കാളും കൂടുതൽ അമ്മ ഞങ്ങളുടെ കൂടെ കളിച്ചിരുന്നോ ചിരിച്ചിരുന്നോ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് അവരെപ്പോഴും ഓർക്കുക. അപ്പം ഇതിൽ നിന്ന് നമുക്കിതിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഒരു പെർഫെക്ഷനിസത്തിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കും. അതൊരു കോൺഷ്യസ് ചോയ്സാണ്. അതായത് നമുക്ക് തന്നെ ഇൻകംപ്ലീറ്റ് ആവാനൊരു പെർമിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ തീരുമാനിക്കുക, റൈറ്റ് ഹിയർ റൈറ്റ് നൗ. അതായത് നമ്മുടെ മൈൻഡിൻ്റെ സമാധാനമാണ് അൾട്ടിമേറ്റ്ലി മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ഫിസിക്കൽ പെർഫെക്ഷനേക്കാളും. അപ്പോൾ ഇത് നമ്മുടെ 7 ഡേ ടു എ ഹാപ്പിയർ ഹോം ജേർണിയുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ ടാസ്ക് തരാം ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഡേ. ജസ്റ്റ് നമ്മളുടെ വീട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ഏരിയ എടുക്കുക. നമ്മൾ അതിനെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാവില്ല ഒരു ഏരിയ, ആ ഒരു ഏരിയ എടുക്കുക. ചിലപ്പോൾ ഒരു മെസ്സി ഡ്രോയർ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് അധികം തുണി ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പ് ഓർഗനൈസ്ഡ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാതെ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് മാത്രം അതിന് സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് ആ 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നിർത്തുക. അപ്പം ഈ ഒരു ടാസ്കിൽ നിന്ന് നമുക്ക് പെർഫെക്ഷനിസം നമ്മൾ ടാസ്ക് ചെയ്യുന്നു ബട്ട് പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള ആ ട്രാപ്പിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം പോട്ടെ, നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഇങ്ങനൊരു ടാസ്ക് നമുക്കങ്ങനെ പെർഫെക്ഷനിസം ട്രാപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഒരുപാട് പേരെ അറിയാം, ലൈക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റില്ല, കാരണം വീട് അത്രയും
ക്ലീൻ ആവാതെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവാതെ അവർക്ക് സമാധാനം കിട്ടില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യത്തിനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യുക. ജസ്റ്റ് ഒരു ടൈമർ വെച്ചിട്ട് ആ ഒരു സ്പേസ് ഇത്ര സമയത്തിന് വേണ്ടി മാത്രം ചെയ്യുക. ദെൻ വാക്ക് അവേ. ജസ്റ്റ് നമ്മൾ ഒന്ന് ഡീപ് ബ്രീത്ത് എടുത്തിട്ട് നമ്മളെ തന്നെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, അടുത്ത കാര്യത്തിലോട്ട് പോകുക. അപ്പോൾ ഇതാണിന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് എസ്കേപ്പ് ഫ്രം ദാറ്റ് പെർഫെക്ഷനിസം ട്രാപ്പ്. നിങ്ങൾക്ക് വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾ ഈ ടാസ്ക് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഡൺ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നമ്മുടെ ഡേ 2 ആയിട്ട് കാണാം. ഡേ 2ൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നോ പറയാൻ നമുക്ക് പഠിക്കാം. നമുക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് കുറ്റബോധമില്ലാതെ നമുക്ക് എങ്ങനെ നോ പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എങ്ങനെ യെസ് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള കൂടുതൽ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ ഡേ 2ലെ ടോപ്പിക്ക്. അപ്പോൾ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ അതുവരേക്കും ബൈ.